മുമ്പ് ജുമായുടെ മുമ്പ് നടത്തുന്ന ഖുതുബക്ക് മുമ്പ് നടത്തുന്ന മഹ്ശറ വിളി എന്നാ നമ്മൾ പറയല്. മഅശറൽ മുസ്ലിമീന എന്ന വിളി ഉള്ളത് കൊണ്ട് മഅശറ വിളി എന്ന് പറയുന്നു. ആ മഅശറ വിളി അത് അനാചാരമാണെന്നാ മുജാഹിദ് പറയുന്നത്. കിതാബിലുള്ളത് പറയുന്നില്ല എന്നാ. നിങ്ങൾ ഏത് കിതാബാ കണ്ടത്? ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമല്ലേ തുഹ്ഫ. ആ തുഹ്ഫയിൽ അതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അത് അനാചാരമാണോ അല്ലേ. മഹാൻ പറഞ്ഞു ഫലം യദ്കുറു ദിക്റുഹു ലിൽ ഖബരി ഫി ഹൈസിൽ ബിദ്അത്തി അസ്ലാ. ഖുതുബയുടെ മുമ്പ് ജനങ്ങളോടൊക്കെ അടങ്ങിയിരിക്കണമേ എന്ന് പറയുന്ന ആ വിളിയുണ്ടല്ലോ, ആ പറച്ചിൽ അതൊരിക്കലും ബിദ്അത്തിൽ പെടുകയില്ല. പറയുന്നത് ആരാ? ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തുഹ്ഫയിലാ പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്ന മഅശറ വിളിക്ക് കിതാബിലുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ കിതാബ് കണ്ടിട്ടില്ല, തുറന്നു നോക്കിയിട്ടില്ല, വലിയ മൗലവിമാർ എഴുതി തന്ന നോട്ട് വായിക്കുകയല്ലാതെ കിതാബിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ, ഖുതുബ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഖുതുബ അത് അറബി ഭാഷയിൽ വേണമെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ കിതാബിലുള്ളത് പറയുന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നോക്കൂ നിങ്ങൾ, ഫത്ഹുൽ മുഈനാണ് എന്റെ കയ്യിൽ. വശുരിത ഫീഹി അറബിയ, അറബിയിൽ ആവൽ ഷർത്താണ്. എന്തേ കാര്യം? ലിത്തിബാഇ സലഫി വൽ ഖലഫി, പൂർവീകരായ മുഴുവൻ ആളുകളും അറബിയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യം, ശ്രോതാക്കൾ മലയാളികളാണ്, അനറബികളാണ്, അവർക്ക് തിരിയുമോ? ഫത്ഹുൽ മുഈൻ അതിന് മറുപടി പറയുന്നു. വഫായിദതുഹാ ബിൽ അറബിയ മഅദബി മഅരിഫതിഹിം ലഹാ, അറബി അറിയാത്തവർ ഇത് കേട്ടിട്ട് എന്തു കാര്യം? അൽ ഇൽമു ബിൽ വഅളി ഫിൽ ജുംല, മൊത്തത്തിൽ ഒരു ഉപദേശമാണ് എന്നറിഞ്ഞാൽ മതി. ഫത്ഹുൽ മുഈനുള്ളത് അങ്ങനെയാണ്. കിതാബിലുള്ളത് ഞങ്ങൾ ഈ പറയുന്നത് പോലെയാണ്. നിങ്ങൾ പറയുന്നത് ഒരു കിതാബിലുമില്ല. ഈയിടെ വിവരമില്ലാത്ത ജാഹിലുകളായ മൗലവിമാരി എഴുതിയ ഗ്രന്ഥത്തിലുള്ളതല്ലാതെ, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുതോരണികളല്ലാതെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഞങ്ങൾ ഇവിടെ ആചരിക്കുന്ന വിഷയങ്ങൾ ഏതുണ്ടോ ഏതെടുത്താലും ഇങ്ങനെയാണ്. മരണപ്പെട്ട വീട്ടിൽ മയ്യത്തിന്റെ അരികിൽ ഖുർആൻ പാരായണം നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ സുന്നത്താണെന്ന് പറയുന്നു. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അത് വിശദീകരിക്കുന്നു. വയഖറഉ നദ്ബൻ ഇൻദഹു യാസീൻ, രോഗിയുടെ അരികിൽ, മരണാസന്നനായവന്റെ അരികിൽ യാസീൻ ഓതണം. എന്നിട്ട് പറയുന്നു ലിൽ ഖബരി സ്വഹീഹി യഖറഉ അലാ മൗതാകും യാസീൻ, മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണേ. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് മൻ ഹളറഹുൽ മൗതു, മരണം ആസന്നമായവൻ. മറ്റൊന്ന് മരിച്ചവൻ എന്നാകുന്നു. ഫൽ ഖിറാഅത്തു അലൈഹി ഔലാ, അതുകൊണ്ട് മരണപ്പെട്ടവന്റെ മേൽ ഖിറാഅത്ത് ഖുർആൻ പാരായണം ചെയ്യൽ ഏറ്റവും സുന്നത്താകുന്നു. തുഹ്ഫ പറയുന്നു ഞങ്ങൾ കിതാബിലുള്ളതാ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ കിതാബിലുള്ളത് മൂടി വെച്ചിട്ടില്ല. ഇവിടെ വന്ന് ഞങ്ങൾ മൂടി വെച്ചു എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്, വിവരമില്ലാത്തത് കൊണ്ട് പറയുകയാണ്. മുജാഹിദ് പറയുന്നതോ ഖുർആൻ പാരായണം ചെയ്യണമെന്നല്ല. പിന്നെന്താ? മരിച്ച വീട്ടിൽ പോയാൽ നേരത്തെ അബൂബക്കർ മൗലവി പറഞ്ഞില്ലേ, ആ മയ്യത്തിനെ മരമുട്ടിയിടുന്നത് പോലെ അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു, എന്നിട്ട് രാഷ്ട്രീയം പറയുന്നു. മുജാഹിദ് പറയുന്നത് എന്താ? മാതൃഭൂമി വായിക്കണം. ഞാൻ പറയല്ല, മുജാഹിദ് നേതാവ് പറയട്ടെ, വെച്ചുകൊടുക്ക്. ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പില ഒരു സാധനത്തിന് കേട്ടില്ലേ? മൂപ്പരിയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ? ചോദ്യം എന്നറിയോ? ചോദ്യം അതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. എങ്ങനെയുണ്ട്? മൂപ്പര വിവരത്തിന്റെ ശക്തിയാണത്. കേട്ടണം നിങ്ങള്. മരിച്ച മയ്യത്തിന്റെ അരികിൽ വെച്ച് മാതൃഭൂമി വായിക്കുകയാണ് വേണ്ടത്. കിതാബിലുള്ളത് എന്താ? അവിടെ ഖുർആൻ ഓതൽ സുന്നത്താകുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഇഖ്റഊ സൂറത യാസീൻ അലാ മൗതാകും, ഇഖ്റഊ അലാ മൗതാകും സൂറത യാസീൻ ഖാല റസൂലുള്ളാഹി. 20-ലധികം ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണത്. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണേ ഖാല റസൂലുള്ളാഹി. മുസ്ലിമീങ്ങൾ അത് അംഗീകരിച്ച് യാസീൻ സൂറത്ത് ഓതുന്നു. മുജാഹിദുകളോ മാതൃഭൂമി വായിക്കുന്നു. കിതാബിലുള്ളത് ചെയ്യുന്നത് നിങ്ങളോ ഞങ്ങളോ? ഇതാ ഞങ്ങൾക്ക് അറിയേണ്ടത്.
ചിന്തിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. സഹോദരന്മാരെ, ഇനി നിങ്ങൾക്കറിയണമോ മയ്യത്തിന്റെ അരികിൽ വെച്ചുള്ള ദുആ? മയ്യത്ത് നമുക്കറിയില്ലേ, സംസ്കരണ പ്രക്രിയകൾ കഴിഞ്ഞ് മുന്നോട്ട് വെക്കുന്നു, കൊണ്ടുപോകുന്നതിന് മുമ്പ് വെക്കുന്നു, മയ്യത്തിന്റെ അരികിൽ വെച്ച് ദുആ ചെയ്യുന്നു. ഒരാൾ ദുആ എടുക്കുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു. നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. മുജാഹിദ് പറയുന്നതോ ഇത് അനാചാരമാകുന്നു. അല്ലേ? നിങ്ങൾ കേട്ടോളൂ, മുജാഹിദ് സക്കരിയ സലാഹി പറയുന്നു, എവിടുന്ന് കിട്ടി നിങ്ങൾക്കിത്? സക്കരിയ സലാഹിയുടെ ചോദ്യം വെച്ചുകൊടുക്കും. സുഹൃത്തുക്കളെ, എന്തെല്ലാം തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇവർക്ക് അൽഫാത്തിയ വിളിക്കണം. മയ്യത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു അൽഫാത്തിയ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഈ മയ്യത്ത് കെട്ടിലും പിടിച്ചോനും നാട്ടുകാരൊക്കെ ഇങ്ങനെ ആമിയിരിക്കണം. എവിടുന്ന് കിട്ടിങ്ങക്കത്? എവിടുന്ന് കിട്ടിങ്ങക്കത്? അപ്പൊ മരിച്ച മയ്യത്തിന്റെ അരികിൽ വെച്ച് ദുആ ചെയ്യുന്നു, മറ്റുള്ളവർ ആമീൻ എടുക്കും പറയുന്നു. എവിടുന്ന് കിട്ടി എന്നാണ് ചോദിച്ചത്. എടോ, ഞങ്ങൾക്ക് കിട്ടിയത് കിതാബുകളിൽ നിന്നാണ്. കിതാബ് നോക്കണം, അപ്പൊ അത് കിട്ടും. ഹാഫിദ് ഇബ്നു സഅദിന്റെ തബഖാത്തുൽ കുബ്ര, ആ തബഖാത്തുൽ കുബ്രയിൽ നോക്കിക്കോ. ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായ വൻ നിഹായ നോക്കിക്കോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ, ശറഫാകപ്പെട്ട ജനാസ സംസ്കരണം കഴിഞ്ഞു. അതാ മയ്യത്ത് കട്ടിലിൽ വെച്ചു. ആ സന്ദർഭത്തിൽ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അതുപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സ്വഹാബി പ്രമുഖർ അങ്ങോട്ട് കടന്നു ചെന്നു. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നാ നശ്ഹദു അന്നഹു ഖദ് ബല്ലഗ മാ ഉൻസില ഇലൈഹി വനസഹ ലി ഉമ്മത്തിഹി എന്ന് പറഞ്ഞ് ദീർഘമായ വചനം അവിടുന്ന് ദുആ ചെയ്യുന്നു. ഫജഅൽനാ ഇലാഹനാ മിമ്മൻ യത്തബിഉൽ ഖൗല അല്ലദീ ഉൻസില മഅഹു. ആ റസൂലുള്ളാഹി തങ്ങൾക്ക് അവതീർണമായ ഖുർആൻ പിൻപറ്റുന്നവരിൽ പടച്ചവനെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വജ്മഉ ബൈനനാ വബൈനഹു, റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ ദീർഘ പ്രാർത്ഥന മയ്യത്തിന്റെ അരികിൽ വെച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വെച്ച് ദുആ ചെയ്യുന്നു. അപ്പോഴോ കിതാബ് നോക്കിക്കോ മൗലവിമാരെ, ഫയഖൂലുൻ നാസു, അപ്പൊ ജനങ്ങൾ പറയുന്നു ആമീൻ ആമീൻ ആമീൻ. നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ ഒരാൾ ദുആ ചെയ്യുന്നു, മറ്റുള്ള ആളുകൾ ആമീൻ പറയുന്നു. അത് എവിടുന്ന് കിട്ടിയെന്നാ മൗലവി ചോദിക്കുന്നത്. നിങ്ങൾക്ക് മുജാഹിദ് ആഫീസിൽ നിന്ന് തരുന്ന ഷീട്ടുകളിൽ അത് ഉണ്ടാവുകയില്ല. കിതാബ് നോക്കണം, കിതാബ് പരതണം, പരതിയാൽ അത് കണ്ടെത്താൻ കഴിയും. ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നത് മുഴുവനും കിതാബുകളിലുള്ളതാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങളുടെ പ്രബോധന പ്രവർത്തനം വിപുലപ്പെട്ടപ്പോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ച മുജാഹിദുകൾ ഇപ്പൊ പറയുന്നു, മയ്യത്തിന്റെ അരികിൽ ചെന്നാൽ വെറുതെ നിൽക്കരുതേ, ദുആ ചെയ്യണമേ, മുജാഹിദിനെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിക്കുന്നു. കേട്ടോളൂ ഹുസൈൻ സലഫി പറയുന്നത്. അതേ ഹദീസിന്റെ ബാക്കി ഭാഗമാണ് ഇദാ ഹദർതുൽ മരീള അവിൽ മയ്യിത. ഈ മയ്യത്തിന്റെ അടുക്കൽ ചെന്നാലും എന്താ വേണ്ടത്? പ്രാർത്ഥിക്കുക. മയ്യത്തിനെ കാണുമ്പോൾ നമ്മൾ വെറുതെ മയ്യത്ത് കണ്ടു പോരലല്ല സുന്നത്തുള്ളത്. മയ്യത്ത് കണ്ടു പോരലിൽ ഒരു വലിയ പുണ്യമൊന്നുമില്ല സുഹൃത്തുക്കളെ. ജനാസയുടെ അരികിൽ നമ്മൾ ഹാജരാകുമ്പോ ചെയ്യേണ്ടത്, അല്ലാഹുവിന്റെ റസൂലദാ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ റസൂലുള്ളാഹി അബൂ സലമത്തിന്റെ അരികിലേക്ക് പ്രവേശിച്ചിട്ട് അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ദുആ ചെയ്ത സംഭവം നമുക്ക് സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങിയിട്ട് കുറെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് വഫ്സഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, അബൂ സലമത്തിന്റെ ദറജ നീ എത്തിക്കൊടുക്കണേ, അബൂ സലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്, മുഅ്മിനീങ്ങളെ, കാണാത്ത മലക്കുകളുണ്ട് മുഅ്മിനീങ്ങളെ. മറ്റേയാള് പറഞ്ഞെന്താ, എവിടുന്ന് കിട്ടിങ്ങക്കാ ദുആ? ഇയാള് പറയുന്നത് സഹീഹ് മുസ്ലിമിലുണ്ട് എന്നാ മൂപ്പര് പറയുന്നത്. അങ്ങനെ അത് കാണാത്ത മലക്കുകളുണ്ട്.
നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, കിതാബിലുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. മയ്യത്ത് കൊണ്ട് ദുആ കഴി